Hi dears, welcome back to our family. പാലിനാണ് ബഹളം വെച്ചത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഇട്ടപ്പം ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി കാശി ബേബീൻ്റെ ഫുഡ് റൂട്ടീൻ കാണിക്കാമോ എന്ന്. കാശിക്ക് പാലുകൂടി നിർത്തി, അതുകൊണ്ടിട്ട് തന്നെ രാത്രി വയറ് നിറച്ച് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ ഇത് കണക്ക് ബോട്ടിലിൽ പാല് കാച്ചി എടുത്തിട്ടാണ് കിടക്കാറുള്ളത്. ഇതിപ്പോൾ പശുവും പാലാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ആരോ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി പശുവും പാൽ കൊടുക്കല്ലേ, 2 വയസ്സ് കഴിഞ്ഞാൽ കൊടുത്തിടാന്ന്. നമുക്ക് 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഒരുവിധം എല്ലാത്തരം ഫുഡുകളും കൊടുക്കാം കേട്ടോ. ഞാൻ കൊടുക്കുന്നുണ്ട്, കഫക്കെട്ട് ഉണ്ടാവുമെന്നൊക്കെയാണ് പറയുന്നത്. കാശിക്ക് അങ്ങനെ പനി വരലൊക്കെ ഭയങ്കര കുറവാണ്. എൻ്റെ സ്ഥിരമായിട്ട് വ്ളോഗ് കാണുന്നവർക്കറിയാം, അങ്ങനെ പനി വരികയോ എടുക്കുകയോ ഒന്നും ചെയ്യാറില്ല. അത് അവൻ്റെ ഫുഡിൻ്റെ രീതി തന്നെയാണ്. അങ്ങനെ പിന്നെ ഞാൻ കാണിക്കുന്ന ഹോമിയോയിലാണ് കേട്ടോ. അത്യാവശ്യം പ്രതിരോധ ശേഷിയൊക്കെ ഉള്ളതുകൊണ്ടിട്ടായിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ എന്തായാലും രാവിലെ ഉറക്കം എണീക്കുന്നുണ്ടേ ബോട്ടിൽ കയ്യിലെടുത്തിട്ട് കാണിച്ചു തരും. അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ആയിരുന്നെന്നുണ്ടെങ്കിൽ അവർ എണീറ്റിട്ട് എന്നെ തട്ടിയിട്ട് പാൽ കൊടുക്കാൻ പറയും. അപ്പം പാലുകൂടി മാറ്റിയത് കൊണ്ടിട്ട് ബോട്ടിലെടുത്ത് കൈ തന്നിട്ട് ബോട്ടിൽ തുറന്നു കൊടുക്കാൻ പറയും. അപ്പം ഇന്നലെ രാത്രി എടുത്ത് വെക്കുന്ന പാലാണെങ്കിൽ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ തീർന്നിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോൾ എന്തായാലും പുളിച്ചു പോകുമല്ലോ, അതുകൊണ്ട് എന്തായാലും ഞാൻ കൊടുക്കില്ല. അന്നേരം ചെറിയ വാശി കൊടുത്തൊക്കെ ഉണ്ടാവും. പിന്നെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ പാൽ ഇതൊക്കെ കാച്ചിയിട്ട് ബോട്ടിലാക്കിയിട്ട് രാവിലെ തന്നെ പാൽ കൊടുക്കും. അപ്പോൾ അത് കുടിച്ചതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു ബോട്ടിലിനകത്ത് എടുത്താലും പകുതിയോളെ കുടിക്കുള്ളൂ. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കൊടുക്കും. ചിലപ്പോൾ അവൻ കുടിക്കും, ചിലപ്പോൾ കുടിക്കില്ല. അത് പുള്ളിക്കാരൻ്റെ മൂഡ് പോലെ ഇരിക്കും കേട്ടോ ഓരോ ദിവസവും. പിന്നെ പാലുകൂടി മാറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വേറെ ദിവസം വീഡിയോ ആയിട്ട് ചെയ്യാട്ടെ. ഉറക്കം എണീറ്റേ ഉള്ളൂ. ഞാൻ രാവിലെ എണീറ്റു, ഞാൻ 3 മണിയായപ്പോഴൊക്കെ എണീറ്റിട്ട് പിന്നെ ഉറങ്ങിയപ്പോൾ 6 മണിയായി. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വിശന്നിട്ട് ഞാൻ രാവിലെ കിച്ചണിലേക്ക് കയറി ചോറൊക്കെ കഴിച്ചിട്ടാണ് കിടന്നത്. ഇപ്പോൾ അതുകൊണ്ട് ഉറക്കം വരുന്നു. ഉറങ്ങുമില്ല, ഞാൻ പോയി ബ്രഷ് ചെയ്യട്ടെ. കാശി ബ്രഷ് ചെയ്യിപ്പിച്ചിട്ടാണ് പാല് കൊടുക്കുന്നത്. ശരി, എടുത്ത് ഇപ്പോൾ അലാറം കേൾക്കാം. അപ്പോൾ ഇതേ രാവിലെ ഞാൻ നമ്മുടെ അണ്ടിപ്പരിപ്പും ബദാം കുതിർത്തതും അണ്ടിപ്പരിപ്പും അല്ലാണ്ടിട്ട് ജാനിമോള് അല്ലാണ്ട് എടുത്താണ് കേട്ടോ. എനിക്കറിയാം ഞാനിത് കഴിക്കാൻ എടുക്കുന്നുണ്ടേ ഈ പിള്ളേർക്ക് ആവശ്യം വരും എന്നുള്ള കാര്യം. അതുകൊണ്ടിട്ട് ഞാൻ അവർക്കും കൂടെ കണക്കാക്കിയിട്ടാണെന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേരുടെ കഴിക്കുന്നു. ഇവിടെ ഇപ്പം ഞങ്ങൾ 3 പേരും കുട്ടികളാണ് കേട്ടോ. കഴിച്ചോ, 3 പേരും കഴിക്കാറുണ്ട്. ഞാനിപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ എടുത്തു കഴിഞ്ഞാൽ അന്നേരം ഞാൻ ഇവർക്കുള്ളത് എടുക്കും. കാശിക്കുട്ട മുറുക്ക് കഴിക്കാം കേട്ടോ. അവിടെ മോട്ടറിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ട്. ആ വെള്ളത്തിൽ കളിക്കാൻ പോണ പോക്കാം കണ്ട. ഇപ്പം കുളിപ്പിക്കണം, അതുകൊണ്ട് ഇന്ന് കുഴപ്പമില്ല. വീഴാണ്ടിരുന്നാൽ മതി കാശിയെ. മുറുക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. സ്നാക്സിൻ്റെ കൂട്ടത്തിൽ കാശിക്ക് ഏറ്റവും ഇഷ്ടം വെച്ച് കഴിഞ്ഞാൽ മുറുക്കാണ്. ഈ കുഞ്ഞി പല്ല് വെച്ച് എങ്ങനെ കടിച്ചു പൊട്ടിക്കുന്നുണ്ടോ. ബിസ്ക്കറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കില്ല. കാശി നോ, വെള്ളം വീഴ്ത്തുന്നതിൻ്റെ അകത്ത്. അപ്പോൾ ഇതേ കുഞ്ഞിനെ ഞാൻ കുളിപ്പിച്ച് ഫ്രഷ് ആക്കിയതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാതിരുന്നത്. ഇതിനിടയ്ക്ക് ഞാൻ ഓരോ ഐറ്റംസൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെന്താണോ അന്ന് ഉണ്ടാക്കുന്ന ആ ഐറ്റം ആയിരിക്കും കൊടുക്കാറുള്ളത്. ഞങ്ങളുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ചിലപ്പോൾ കാപ്പിക്ക് ഉണ്ടാവില്ല, ചില ദിവസങ്ങളിൽ കഞ്ഞിയായിരിക്കും. ഗോതമ്പ് കഞ്ഞി അല്ലെങ്കിൽ മറ്റ് സാധാ സൂചിയരിയുടെ കഞ്ഞി അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതായിരിക്കും ഞാൻ കൊടുക്കാറുള്ളത്. ഓരോ ദിവസവും വീട്ടിലെന്താണോ ഉള്ളത് അത് കൊടുത്തിട്ടാണ് ഞാൻ ശീലിപ്പിക്കുന്നത്. പുറത്തുനിന്ന് അങ്ങനെ മേടിച്ച് കൊടുക്കലൊക്കെ കുറവാണ്. എല്ലാ ദിവസവും ഞാൻ കൊടുക്കുന്ന ആ ഒരു റുട്ടീൻ ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഓരോ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഞാൻ ചേഞ്ച് ആക്കിയായിരിക്കും കൊടുക്കുന്നത്. അന്നേരം കാശിക്ക് എന്താണോ കഴിക്കാൻ തോന്നുന്നത് അത് വെച്ച് കൊടുക്കും കേട്ടോ. പിന്നെ ഒരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാശി ബേബീൻ്റെ അതേ ഏജാണ് പക്ഷേ സ്വന്തമായിട്ട് ഫീഡ് ചെയ്യുന്നില്ല എന്ന്. നമ്മൾ ഫീഡ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതേ കണക്ക് വികൃതിയായിരിക്കും, തട്ടിക്കളയും, കഴിക്കാൻ ഭയങ്കര പാട് കാണിക്കും, നിർബന്ധം പിടിക്കും. അപ്പോൾ നമ്മൾ കൂടെ ഇരുന്ന് പിന്നെയും ഓരോന്ന് കാണിച്ചു കൊടുത്തൊക്കെ കൊടുക്കുക. കഴിവതും ഈ ഫോൺ യൂസ് ചെയ്തിട്ട് കൊടുക്കാണ്ടിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഞാനിപ്പം മുന്നേയൊക്കെ ആദ്യമൊക്കെ ഞാൻ കാശിക്ക് ഫുഡ് കൊടുക്കുന്ന ടൈമിൽ
എന്താ ഫോൺ കൊടുക്കുമായിരുന്നു. ഇപ്പം ഞാൻ ആ ഒരു ശീലം അങ്ങ് മാറ്റി. പുറത്തൊക്കെ കൊണ്ടുപോയി നടത്തിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇരുത്തിയിട്ട് കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് അവനോട് കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. അപ്പം കഴിക്കാനൊക്കെ തുടങ്ങി. ആദ്യമൊക്കെ ഞാൻ വെച്ച് കാർട്ടൂൺ കണ്ടു കഴിഞ്ഞാലേ കഴിക്കുള്ളൂ എന്ന്. അങ്ങനെയല്ല കേട്ടോ. പിന്നെ അടുത്ത ആൾ ഭയങ്കര കുരുത്തക്കേടാണ്. കാശിനെ അനങ്ങാൻ ശ്രമിക്കില്ല. അടി ഉപദ്രവമാണ് അവനെ അങ്ങ്. കാശിയെ കുളിപ്പിച്ച് കാശിക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞാനേ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ്. അന്നേരത്തേന് പ്രഷർ കുറഞ്ഞപ്പോൾ അമ്മാമ്മ എനിക്ക് ഉപ്പിട്ട കഞ്ഞിവെള്ളം കൊണ്ട് തന്നു. അതവൻ കുടിക്കുകയും ചെയ്യുന്നുണ്ട്, കളിക്കുകയും ചെയ്യുന്നുണ്ട്. കേട്ടണ്ട കണ്ടോ? ഞാനൊന്ന് മാനേജ് ചെയ്യട്ടെ, എന്നിട്ട് മോന് കഞ്ഞി കൊടുക്കട്ടെ, എന്നിട്ട് പോയി കുളിക്കാം. കുഞ്ഞ് ദേഹത്തൂടെ കഞ്ഞിവെള്ളം തട്ടി ഒഴിച്ചുകൊണ്ടിട്ട് തന്നെ ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ടാണ് പിന്നെ കഞ്ഞി കൊടുക്കാനെടുത്തത്. ഞാൻ പറഞ്ഞല്ലോ, രാവിലെ ചിലപ്പോൾ കഞ്ഞിയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഞാൻ വേറെ എന്തെങ്കിലും ആയിരിക്കും കൊടുക്കുന്നത്. ഓരോ ദിവസവും ഞാൻ ഇതിനൊക്കെ ചേഞ്ച് ചെയ്താണ് കൊടുക്കുന്നത്. എല്ലാ ദിവസവും ഒരേപോലെ കൊടുക്കില്ല, എല്ലാ ദിവസവും ടൈം ടേബിൾ വെച്ച് കൊടുക്കുക അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഞാൻ കറക്റ്റ് ടൈം നോക്കി ഫുഡ് കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ കഞ്ഞിയും അതുപോലെ തന്നെ കക്കാത്തോരനും എടുത്ത് സൈഡിൽ ഞാൻ കഞ്ഞിയുടെ കൂട്ടത്തിൽ എന്തെങ്കിലും കൊടുക്കുക, അച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബേബി കഴിച്ചോളും. അപ്പോൾ കുഞ്ഞിൻ്റെ ഇഷ്ടം നോക്കിയിട്ടാണ് ഞാൻ ഫുഡ് കൊടുക്കാറുള്ളത്. ഇപ്പം കക്കാത്തോരനായതുകൊണ്ട് ചെറിയ എരിവുണ്ടായിരുന്നു. വീട്ടിൽ കക്കാത്തോരൻ വെക്കുന്ന ടൈമിൽ നല്ല എരിവോടെയാണ് വെക്കാറുള്ളത്. അതുകൊണ്ടിട്ട് അവൻ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, കുറച്ച് മിക്സ് ചെയ്ത് കഞ്ഞിക്കകത്ത് അങ്ങ് കഴിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കഴിക്കാൻ കൊടുക്കുമ്പോൾ ഇതുപോലെ വികൃതി കാണിക്കും. അപ്പോൾ അവരുടെ കൂടെ ഇരുന്നിട്ട് നമ്മൾ ഫുഡ് കൊടുക്കാം. ഞാൻ കഞ്ഞി കൊടുത്ത് ഒരു 1 അവർ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറുക്കാക്കിയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്കത്തെ ലഞ്ചിന് ഞാൻ കുറുക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് റവയും അതുപോലെ തന്നെ ചവ്വരിയും കൂടി ഇട്ട് കാച്ചിയതാണ്. കുറുക്കായാലും ഒരു ദിവസം കൊടുക്കുന്ന കുറുക്ക് ഞാൻ ഈ ആഴ്ച പിന്നെ അടുത്ത ആഴ്ച ആയിരിക്കും കൊടുക്കുന്നത്. ചിലപ്പോൾ ഹെൽത്ത് മിക്സ് ആയിരിക്കും കൊടുക്കാറുള്ളത്, ഏത്തയ്ക്കപ്പൊടി ആയിരിക്കും. ഓരോ ദിവസം ചേഞ്ച് ചെയ്ത് കൊടുക്കും കേട്ടോ. എല്ലാ ദിവസവും ഒരേ കുറുക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മടുക്കും. കാശീൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ ചെറുതിലോട്ട് മധുരം അങ്ങനെ അങ്ങ് കൊടുക്കാറില്ല, ചെറുതായിട്ടൊക്കെ കൊടുക്കാറുള്ളൂ. അതുകൊണ്ടിട്ട് മധുരം തോനെ വേണ്ട കേട്ടോ. ബേബിക്ക് കൊടുക്കുന്ന ടൈമിൽ മധുരം തോനെ വേണ്ട, അവൻ കഴിച്ചോളും. അതും ഇത് കണക്കാൻ ഞാൻ സ്വന്തമായിട്ട് ഫീഡ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ കളയാനുള്ളത് കളയും, കഴിക്കാനുള്ളത് കഴിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പുറത്ത് പോയാലും കുഴപ്പമില്ല, അങ്ങനെയാണ് കൊടുക്കുന്നത്. പിന്നെ കുറേ പേര് ഇത് കണക്ക് കമൻറ്റ് ചെയ്യാറുണ്ട്, എത്ര ഫീഡ് ചെയ്യാൻ നോക്കിയാലും കഴിക്കുന്നില്ല. നമ്മൾ കഴിക്കാൻ കൊടുക്കുമ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെയാണ്, അവർക്ക് കഴിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടുണ്ടാവും, സ്പൂണ് പിടിക്കാനുള്ള പാടുകളും അതൊക്കെ ചേഞ്ചായി വരും. ഞാൻ സത്യത്തിൽ ഇപ്പോഴേ ഒന്നും ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്, ഡെലിവറി കഴിഞ്ഞ് ഹോസ്പിറ്റലിലൊക്കെ കിടക്കുന്ന സമയത്ത് ഞാൻ തന്നെ ഫീഡ് ചെയ്താലേ കഴിക്കൂ എന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ 2-3 ദിവസത്തെ കാര്യം ഒരുപാട് വേണ്ടി വരില്ല. നോർമലൊക്കെ ആണെങ്കിൽ നമുക്ക് 3-ൻ്റെ അന്ന് വീട്ടിൽ പോരാം, അല്ലെങ്കിൽ 5-ൻ്റെ അന്ന്, അങ്ങനെയൊക്കെയാണല്ലോ കണക്ക്. പിന്നെ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. അതുകൊണ്ടിട്ടാണ് ഇപ്പോഴേ തന്നെ ഫീഡ് ചെയ്ത് ശീലിപ്പിക്കുന്നത്. അപ്പോൾ കഴിക്കാനുള്ള ബുദ്ധിമുട്ട് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെന്താ, ഇവിടെ ചേട്ടത്തി കൊടുത്താലും കഴിക്കും. ഞാൻ ആരെക്കൊണ്ടും കൊടുപ്പിക്കാറുണ്ട്, വീട്ടിൽ എല്ലാവരെ കൊണ്ടും ഫുഡ് കൊടുപ്പിക്കാറുണ്ട്. അഥവാ ഞാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ കൂടിയിട്ട് കുഞ്ഞ് ഫുഡ് കഴിക്കണം. അതുകൊണ്ടിട്ട് നമ്മൾ സ്വന്തമായിട്ട് മാത്രം എപ്പോഴും ഫീഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ വേറെ ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കത്തില്ല, അങ്ങനെ വരും കേട്ടോ. വേണ്ട കണ്ടോ, ഞാൻ കൊടുത്ത ഫുഡിൻ്റെ പകുതി മുക്കാലോളം കഴിച്ചിട്ടുണ്ട്. ഞാൻ ഈ എടുക്കുന്ന ഫുഡ് മൊത്തം കഴിക്കണമെന്ന് ഞാൻ ഒരിക്കലും നിർബന്ധം പിടിക്കില്ല. പക്ഷേ ഒരു 1/4 ഭാഗത്തോളം കഴിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവും. പിന്നെ അവരുടെ ടേസ്റ്റ് ചിലപ്പോൾ എപ്പോഴും പിടിക്കണമെന്നില്ല, അവർക്ക് ഇഷ്ടമുള്ളതാണെന്നുണ്ടെങ്കിൽ അവർ കഴിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ കളിക്കാനുള്ള ടൈം അവരെടുക്കും. മുന്നേയൊക്കെ ഞാൻ ഈ പറഞ്ഞ കണക്ക് TV ഫോണൊക്കെ കാണിച്ചു കൊടുത്തിട്ടായിരുന്നു കൊടുക്കുന്നത്. ഇപ്പം ഞാൻ അതൊക്കെ ചേഞ്ച് ചെയ്ത് അവനോട് സംസാരിച്ച് കൊടുക്കാൻ പഠിച്ചു. ഈവനിങ് ആയപ്പോഴത്തേനും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്, ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിഞ്ഞിട്ട് ഉറക്കം കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുത്തു. ആപ്പിളും മാംഗോയും തണ്ണിമത്തിനും കൂടെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് ഐസ്ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് കഴിക്കാൻ എടുത്തതാണ്. ഞാൻ അത് ബേബിക്കും കൊടുക്കാറുണ്ട്. ഈവനിങ് ആകുമ്പോൾ ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഫ്രൂട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ ഏത്തപ്പഴമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും കേട്ടോ. പിന്നെ ഞാൻ ചില ദിവസങ്ങളിൽ മോൻ്റെ ഫുഡിൻ്റെ അകത്ത് മുട്ട പുഴുങ്ങിയിട്ടല്ല വാട്ടിയിട്ട് കൊടുക്കും. പുഴുങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ആ മഞ്ഞ കഴിക്കില്ല. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത് വാട്ടി കൊടുത്താൽ മതി, മഞ്ഞ കഴിക്കും. അങ്ങനെ തന്നെയാണ് വാട്ടി കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ബോയിലാക്കിയിട്ട് കൊടുക്കാറുണ്ട്. ബോയിലാക്കല്ല, വാട്ടിയിട്ട് തന്നെ കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പാല് കൊടുക്കുന്നത് ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് അവന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഫീഡ് ചെയ്യാനായിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്കും കൊടുക്കും. അല്ല, ഇന്നും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അല്ലാണ്ട് തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിയിലത്തേക്കും ഞാൻ പാല് തന്നെ കൊടുക്കും. പാല് നല്ല കാച്ചിയിട്ട് നേർപ്പിച്ച് കട്ടിക്ക് കാച്ചരുത്, നേർപ്പിച്ച് കാച്ചിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താ,
അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നൈറ്റ് ആയപ്പോഴത്തേന് 2 ഏത്തപ്പഴം പുഴുങ്ങിയതോടെ കൊടുത്തു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബേബിയുടെ ഒരു ഫുഡ് റുട്ടീൻ എന്ന് പറയുന്നത്.